നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UN സെക്യൂരിറ്റി കൗൺസിലിലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഡോഗിന്റെ തലപ്പത്തേക്ക് സ്വിറ്റ്സർലാൻഡ് വരികയുണ്ടായി. In India, we call on the government to take effective measures to protect minorities and uphold the rights to the freedom of expression and the freedom of the media. അന്നതിന്റെ ഭാഗമായിട്ടെന്നോണം ഇന്ത്യക്കിട്ട് ഒരു താങ്ങിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. UN സെക്യൂരിറ്റി റൈറ്റ്സിനനുബന്ധമായി ഇന്ത്യ അവരുടെ മൈനോറിറ്റീസിന്റെ റിലീജിയസ് മൈനോറിറ്റീസിന്റെ റൈറ്റ്സ് സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉപദേശ രൂപേണയുള്ള സംബോധനയാണ് സ്വിറ്റ്സർലാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. ഇവിടെ ഇങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. കേട്ടല്ലോ. അപ്പോൾ ആ ഭാഗത്തെത്തിയത് കൊണ്ട് ഒന്ന് പ്രഖ്യാപനം നടത്താം എന്നുള്ളത് കൊണ്ടായിരുന്നു ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പൊതുവെ യൂറോപ്യൻസിന് ഉള്ള ഒരു ശീലം മറ്റുള്ളവരെ ഹ്യൂമൻ റൈറ്റ്സ്, ലിബർട്ടി, ഡെമോക്രസി എന്ന് പറഞ്ഞ് ചട്ടങ്ങൾ പഠിപ്പിക്കുകയും അവർ അതൊന്നും പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ സ്വിറ്റ്സർലാൻഡിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. 1940-നും 1945-നും ഇടയ്ക്ക് നടന്ന ലോകമഹായുദ്ധങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് ഭാഗഭാക്കായിരുന്നില്ല. അതിനുള്ള ഒരു കാരണം അവരുടെ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ രണ്ട് സൈഡിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. നാസി ജർമ്മനി, മനുഷ്യ സമൂഹത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന നാസി ജർമ്മനിയുടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അവർ അവരുടെ ലോക്കലിൽ നിന്ന് എത്തിക്കുന്ന സ്വർണങ്ങൾ, ബെൽജിയം, ഓസ്ട്രിയ, പോളണ്ട് മുതലായ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്ന സ്വർണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സ്വിസ് ഫ്രാങ്ക് ആക്കി മാറ്റി കൊടുക്കുകയായിരുന്നു സ്വിറ്റ്സർലാൻഡ് ചെയ്തിരുന്നത്, അവരുടെ ബാങ്കിങ് സിസ്റ്റം ചെയ്തിരുന്നത്. കാരണം ജർമ്മനിയുടെ പൈസ മറ്റുള്ള രാജ്യങ്ങളിൽ സ്വീകരിക്കാത്തതുകൊണ്ട് സ്വിസ് ഫ്രാങ്കായി മാറ്റുകയും അതുവഴി തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജൂതന്മാരുടെ ഹോളോകോസ്റ്റ് സർവൈവേഴ്സിന്റെ കയ്യിൽ നിന്നും ഹോളോകോസ്റ്റ് വിക്ടിംസിന്റെ കയ്യിൽ നിന്നുമുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സ് അവരുടെ യാതൊരു സമ്മതവും കൂടാതെ ഇവർ എടുത്ത് വെച്ചുകൊണ്ട് അതിനും കൂടെ വായ്പയോ അല്ലെങ്കിൽ പണമോ നൽകിയിരുന്നു. ഇത് വലിയൊരു ഡിബേറ്റായി മാറുകയും ലേറ്റ് 80s-ലോ 90s-ന്റെ തുടക്കത്തിലോ അവർ ഒരു 1.25 ബില്യന്റെ സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം. ഇനി അവിടെ നിന്ന് പോട്ടെ, പിൻകാലങ്ങളിലേക്ക് വന്നാലും സ്വിറ്റ്സർലാൻഡ് റേസിസം നല്ലോണം ഉണ്ട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, UN വാച്ച് ഡോഗ്സ് അവരുടെ റിപ്പോർട്ടുകളിൽ സ്വിറ്റ്സർലാൻഡിൽ റേസിസം പടിപടിയായി കൂടി വരുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയിപ്പിച്ചിട്ടുണ്ട്. ഇനി പോട്ടെ, സ്വിറ്റ്സർലാൻഡിന്റെ മേജർ ഒരു ബാങ്കിങ് സിസ്റ്റമാണെന്നറിയാലോ. നമ്മളുടെ രാഷ്ട്രീയക്കാരെ ഒരു കാലത്ത് നിങ്ങളുടെ പൈസ സ്വിസ് അക്കൗണ്ടിലുണ്ട് എന്നാണ് പറയപ്പെടാറ്. രാജീവ് ഗാന്ധി ബോഫേഴ്സ് ആരോപണം നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഒത്രോശിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പണം സ്വിസ് ബാങ്കിലാണ് കിടക്കുന്നത് എന്നാണ് പറയാറ്. അതിനുള്ള കാരണം മിക്ക സ്വിസ് ബാങ്കിലുള്ള മണിയും അൺഅക്കൗണ്ടഡ് മണിക്ക് യാതൊരു നിബന്ധനകളും മുന്നേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സോഴ്സ് ചോദിച്ചിരുന്നില്ല. ഇതുപോലെ കറപ്ഷൻ വഴി വരുന്ന രാഷ്ട്രീയക്കാരുടെ പണം, പീഡോഫീൽസിന്റെ പണം, ഡ്രഗ് മണി, അതുപോലെ ആം സപ്ലയേഴ്സിന്റെ പണം എല്ലാം പാർക്ക് ചെയ്യാനുള്ള ഒരു സുരക്ഷിത ഇടമായിരുന്നു സ്വിറ്റ്സർലാൻഡ്. ഹ്യൂമൻ റൈറ്റ്സ് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടല്ലോ ഇവിടെ, അല്ലേ? അപ്പോൾ ആ കാര്യവും കൂടെ ഓർമ്മ വെച്ചുകൊണ്ട് വേണം സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയെ ഹ്യൂമൻ റൈറ്റ്സ് പഠിപ്പിക്കാൻ. വളരെ കാലം മുന്നേ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പാലിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു ഇന്ത്യക്കാർ. അത് മതഭേദമന്യേ ആയിരുന്നു എന്ന് ശ്രദ്ധിക്കാം. ചുരുക്കം ചില രാജാക്കന്മാർ ഒഴിച്ചാൽ മിക്കവരും ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡിന്റെ പുതിയ കാര്യങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് 1 മില്യൺ ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ഏതാണ്ട് 1500ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 13 മുതൽ 14% വരെ റേസിസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിലെ ഇതേ കാര്യം 1 ലക്ഷത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 7.8% അടുത്താണ് എന്നത് കൂടെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്വിറ്റ്സ് ആൾക്കാർ അവരുടെ മൈനോറിറ്റി ആയ യെന്നിഷ് പോപ്പുലേഷന് വേണ്ടത്ര കരുതൽ നൽകുന്നില്ല എന്നത് വളരെയധികം നേരിടുന്ന ഒരു ആരോപണമാണ്. കൾച്ചറൽ ജീനസൈഡാണ് അവർ നടത്തുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവർക്ക് ഒരു നൊമാഡ്സ് ആണ് അവർ. ഈ പറയുന്ന യെന്നിഷ് പോപ്പുലേഷൻ ഒരു നൊമാഡ്സ് ആണ്. കുറേ പേര് ഇപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മിക്കവരും നൊമാഡ്സ് ആണ്. അത് കാരവാനിലാണ് സഞ്ചരിക്കുക.
അവർക്ക് കാരവൻ പാർക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, മാത്രമല്ല 1970-ൽ അവരുടെ പാരൻസിൽ നിന്ന് അവരുടെ മക്കളെ പറിച്ചു മാറ്റുക എന്ന കഠോര കൃത്യവും സ്വിറ്റ്സർലാൻഡ് നടപ്പാക്കിയതായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് സ്വിറ്റ്സർലാൻഡ് ഇവിടെ വാചനമാകുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണം FCRA റെഗുലേഷൻസ് ആണ് എന്നതാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നും വരുന്ന മണിയുടെ സോഴ്സ് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ട് അതുവഴി റൂട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടാവുന്നതിനാൽ സ്വിറ്റ്സർലാൻഡിനോട് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു സംസാരവും നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഇന്ത്യ കൊടുത്ത മറുപടി വ്യക്തമാണ്. ഇന്ത്യ xenophobia, റേസിസം മുതലായ കാര്യങ്ങൾ തങ്ങളുടെ സുഹൃത്തായ സ്വിറ്റ്സർലാൻഡിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള സഹായങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നും അത്തരമൊരു കാര്യങ്ങൾ നടക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതായിരുന്നു. സ്വിറ്റ്സർലാൻഡ്, യൂറോപ്പ് മുതലായവർ തങ്ങളുടെ ഹെർമിറ്റ് കിങ്ഡത്തിൽ നിന്ന് പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചു. ഇത് 1950-കളല്ല, ഇത് 2026 ഇന്ന് വേൾഡ് യൂറോപ്പ് സെൻട്രിക് അല്ല എന്ന സത്യം ദയവായി മനസ്സിലാക്കുക. ലിബർട്ടി, ഫ്രീഡം, ഡെമോക്രസി എന്നുള്ള ആശയങ്ങൾ നിങ്ങൾ പറയുന്നതിനേക്കാൾ നന്നായി ഇന്ത്യയിൽ നടപ്പിലാക്കി കാണിക്കുന്നുണ്ട്. Mr. President, we would also like to respond to the surprising, shallow and ill-informed remarks made by Switzerland, a close friend and partner. As it holds the UNHRC presidency, it is all the more important for Switzerland to avoid wasting the Council's time with narratives that are blatantly false and do not do justice to the reality of India. Instead, it should focus on its own challenges such as racism, systematic discrimination and xenophobia. As the world's largest, most diverse and vibrant democracy, with a civilizational embrace of pluralism, India remains ready to help Switzerland address these concerns. I thank you. പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റു പല കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ മറുപടി നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നു. അതുകൊണ്ട് ജയശങ്കർ പറഞ്ഞ വാക്കുകളെ കൂട്ട് ചെയ്യുകയാണെങ്കിൽ, യൂറോപ്പ് ഈസ് നോട്ട് ദ സെൻറ്റർ ഓഫ് ദ വേൾഡ് എനിമോർ. യു ഷുഡ് നോ ദാറ്റ്, ഓർ എൽസ് ഇറ്റ് വിൽ ബി ടോൾഡ് ടു യു ബൈ അതർ കൺട്രീസ്. നന്ദി, നമസ്കാരം.